ഫ്രണ്ട്സ്, നമ്മുടെ സാധനം 2 സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ബാലച്ചൻ്റെ പിറന്നാളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ആഘോഷിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ദേവി മോളായിരിക്കും എല്ലാം ചെയ്തതെന്നൊക്കെ വിചാരിച്ചിട്ട് ബാലച്ചൻ ഒരുപാട് സന്തോഷമൊക്കെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അതേസമയം ഒരു ട്രാപ്പും കൂടെ വരികയാണ് നമ്മുടെ ദേവിക്ക്. ദേവിയുടെ ആധാർ കാർഡും ഒക്കെ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരികയാണ് വിവാഹം രജിസ്റ്റർ ചെയ്യാനായിട്ട്. അപ്പോൾ അന്താളിച്ച് പോവാണ് കേട്ടോ നമ്മുടെ ദേവി. ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ബാലച്ചൻ്റെ പിറന്നാളൊക്കെ ആഘോഷിച്ച് കഴിഞ്ഞ് നല്ല സന്തോഷത്തിന് തന്നെയാണ് ബാലച്ചൻ. ആ സമയത്താണ് നമ്മുടെ ഗോമതി ഒരു പായസമൊക്കെ ഉണ്ടാക്കി ബാലച്ചന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പായസം കുടിച്ചു കഴിയുമ്പം ബാലൻ പറയുന്നുണ്ട്, നല്ല അടിപൊളി പായസം, എന്ത് രുചിയായി പായസത്തിന്. ഈ പായസം ഉണ്ടാക്കിയ കൈകൾക്ക് ഒരു സ്വർണ്ണവള തന്നെ ഞാൻ കൊടുക്കും. ആരായിരിക്കും ഇത് ഉണ്ടാക്കിയത് എന്നൊക്കെ ബാലൻ സത്യത്തിൽ വിചാരിക്കുന്നത് ദേവി മോളായിരിക്കുമെന്നാണ്. അപ്പോഴേക്കും നമ്മുടെ ഗോമതി കൈ നീട്ടുക, ദേ എന്നാൽ ഈ വള ഇങ്ങോട്ട് ഇട്ടോളൂ എന്ന് പറയാ. അപ്പം നീയായിരുന്നു ഇത് ഉണ്ടാക്കിയത്, പിന്നെ നിങ്ങൾ ആരാണെന്നാ വിചാരിച്ചത് എന്ന് പറയാണ്. അപ്പം ബാലൻ പറയാണ്, ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചിരിക്കും. ആരിട്ടാലും ഒരു സ്വർണ്ണവള ഞാൻ വാങ്ങിത്തന്നിരിക്കും. ഗോമതിക്ക് സ്വർണ്ണവള ഞാൻ ഉറപ്പായും വാങ്ങിത്തരും എന്ന് പറയാണ്. അങ്ങനെ എല്ലാവരും നല്ല സന്തോഷത്തിലാണ് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ദേവി അങ്ങ് കൈയൊക്കെ അടിക്കുന്നുണ്ട്. അങ്ങനെ അടിപൊളിയായിട്ട് സന്തോഷമായിട്ട് നിൽക്കുമ്പോഴേക്കും ബാലൻ പറയുന്നുണ്ട്, ദേവി മോളെ നീങ്ങി നിന്നേ, നിന്നോടും അതുപോലെ തന്നെ ആനന്ദിനോടും എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ ബാലച്ച? ഇവിടെ എല്ലാ കാര്യങ്ങളും വേണ്ട പോലെ നോക്കിക്കണ്ടൊക്കെ ദേവിമോള് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം ഇവിടുത്തെ മൂത്ത മരുമോള് ദേവിമോള് തന്നെയല്ലേ? അപ്പം ഇതുവരെ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് അതൊന്ന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? അത് രജിസ്റ്റർ ചെയ്യാന്നുള്ള കാര്യം ഉടനെ തന്നെ നിങ്ങൾ ചെയ്യണം എന്ന് പറയാണ്. അപ്പോഴേക്കും ഉടനെ തന്നെ ആനന്ദിനോട് പറയുന്നുണ്ട്, നാളെ തന്നെ പോയി നിങ്ങളുടെ വിവാഹം രജിസ്റ്റർ ചെയ്യണം, ഞാൻ പറഞ്ഞതിന് മാറ്റമൊന്നുമില്ല കേട്ടോ എന്ന് പറയുമ്പോഴേക്കും ആനന്ദ് പറയാണ്, അതൊക്കെ താമസമുള്ള കാര്യമല്ലേ ബാലച്ച, ഒത്തിരി ഡോക്യുമെൻറ്റ്സൊക്കെ വേണ്ടതല്ലേ എന്ന് പറയാണ്. അപ്പോഴേക്കും ബാലൻ പറയാണ്, എന്ത് ഡോക്യുമെൻറ്റ്സ് വേണമെങ്കിലും അതെന്താന്നൊക്കെ കണ്ടുപിടിച്ച് നാളെ പോകണം, നാളെ നല്ലൊരു മുഹൂർത്തമുള്ള ദിവസമാണെന്ന് പറയാണ്. അപ്പോൾ ഉടനെ ദേവി ചോദിക്കുക, അത് ബാലച്ചൻ എങ്ങനെ അറിയാം? ബാലച്ചൻ ഇതിലൊക്കെ നല്ല വിശ്വാസമൊക്കെ ഉണ്ടോ? അപ്പോൾ ബാലൻ പറയാണ്, അത് ദേവി മോളെ വേറൊന്നുമല്ല, ഞാനൊരു കട നടത്തിക്കൊണ്ട് പോകുന്ന ആളല്ലേ. വിവാഹങ്ങളും ഒക്കെ വരുമ്പം ഒരുപാട് ആളുകൾ നമ്മുടെ കടയിൽ വന്നിട്ട് ആ സാധനം വാങ്ങുന്നത്. അപ്പം നാളെ ഒരു നല്ല മുഹൂർത്തമാണ് എന്നറിയാം, നാളെ ഒരുപാട് വിവാഹങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയാണ്. അപ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണമെന്ന് നിങ്ങൾ ആലോചിച്ചിട്ട് അതൊക്കെയായിട്ട് നാളെ തന്നെ പോയിക്കോണമെന്ന് പറയാം. അപ്പോഴേക്കും ഉടനെ ആര്യം പറയാണ്, അതിപ്പോൾ ഒരുപാട് ഡോക്യുമെൻറ്റ്സ് ഒന്നും വേണ്ട, 2 പേരുടെയും ആധാർ കാർഡിൻ്റെ കോപ്പി, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞു എന്നുള്ളതിൻ്റെ എന്തെങ്കിലും ഒരു രേഖ, അത് കല്യാണക്കുറിയോ മറ്റോ എന്തെങ്കിലുമൊക്കെ മതി, അതുമായിട്ട് 2 പേരും കൂടെ ചെന്നാൽ മതി എന്ന് പറയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴേക്കും ഉടനെ തന്നെ ദേവി പറയാണ് കേട്ടോ, ആര്യം ഈ കാര്യങ്ങളൊക്കെ അറിയാവോ, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണമെന്ന്? അപ്പോൾ ആര്യം പറയാണ്, ഇതൊക്കെ ഇപ്പോൾ അറിയാൻ എന്തെങ്കിലും ഉണ്ടോ, നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് അറിയാം, നമ്മളെപ്പോഴും പത്രമൊക്കെ വായിക്കുന്നതല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബാലൻ പറയാണ്, പിന്നെ അവനറിയാതിരിക്കുമോ, അവന് ഒരു പെണ്ണിനെ വിളിച്ചോണ്ടല്ലേ വന്നേ, മാതാപിതാക്കളൊക്കെ അറിയാതെ ഒളിച്ചോടാൻ വേണ്ടി കാത്തിരിക്കുന്ന കാമുകന്മാർ ഇതൊക്കെ നോക്കി വയ്ക്കും, അങ്ങനെ നോക്കി വച്ചതായിരിക്കും എന്ന് പറയാണ്. അപ്പം ബാലനും അതുപോലെ ഇങ്ങനെ പറയുമ്പോഴേക്കും നമ്മുടെ ഗോമതിക്കും അതുപോലെ ആര്യനും ഇത്രയ്ക്കുമൊക്കെ ഒരു വല്ലായ്മ തോന്നുകയാണ് കേട്ടോ. അപ്പോൾ ഉടനെ ശ്രീദേവി പറയാണ്, അതേ അച്ഛ, ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞതുപോലെ തന്നെ ആര്യൻ്റെയും മിത്രയുടെയും വിവാഹം കഴിഞ്ഞതല്ലേ, അപ്പോൾ അവരുടെ വിവാഹം കൂടി ഈ കൂടെ രജിസ്റ്റർ ചെയ്യാം അല്ലേ? അപ്പോൾ ഉടനെ തന്നെ പറയാണ് ബാലൻ, അതൊന്നും ചെയ്യണ്ട, അത് അവർക്ക് ഇഷ്ടമുള്ളപ്പം അവർ ചെയ്തോട്ടെ. ഞാനിപ്പം നിങ്ങളോടല്ലേ പറഞ്ഞത്, നിങ്ങൾ 2 പേരും കൂടെ പോയി വിവാഹം രജിസ്റ്റർ ചെയ്യാൻ, അവരുടെ കാര്യം അവർ നോക്കിക്കോളും. അച്ഛൻ്റെ അമ്മയുടെയും ഒന്നും അനുവാദം ഇല്ലാതെ കാര്യങ്ങൾ ചെയ്തവരെ സ്വയം കാര്യങ്ങളൊക്കെ അങ്ങ് നോക്കിക്കോളും എന്ന് പറയാണ്. അപ്പോൾ ഈ രേഖകളൊക്കെ ഇവിടെ ഇല്ലേ മോളെ, നീ അതൊക്കെ എടുത്തിട്ട് വാ, എന്നിട്ട് നാളെ തന്നെ പോ എന്ന് ബാലൻ പറയുമ്പോഴേക്കും നമ്മുടെ ദേവിയുടെ മനസ്സിൽ തീ ആളി കത്തുക. ദേവി ചിന്തിക്കുക, ദൈവമേ, ഇനി ആധാർ കാർഡ് അതൊക്കെ വീട്ടിലുണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ പ്രായമൊക്കെ കാണിക്കില്ലേ?
രണ്ടുപേരുടെയും പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വേണമെന്ന് ആര്യം പറയുകയും ചെയ്തു. എന്തായാലും ആനന്ദേട്ടനേക്കാളും 1 വയസ്സ് കൂടുതലാണ് എനിക്ക്. അങ്ങനെ അതും മറച്ചു വെച്ചിട്ടല്ലേ വിവാഹം നടത്തിയത്. ഇനി അതെങ്ങാനും ആനന്ദേട്ടൻ കണ്ട അതിവിടെ വന്ന് ബാലച്ചനോട് പറഞ്ഞ എന്താവും? ഞാൻ എല്ലാവരെയും പറ്റിച്ചു എന്നുള്ള ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ബാലച്ചനെ ഇവിടുന്ന് ഇറക്കി വിടും. എന്താവും എൻ്റെ അവസ്ഥ? ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ വിചാരിച്ച് ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഗോമതി പറയുന്നത്, മോളെ ദേവി, നീ അടുക്കളയിൽ ചെന്നാൽ അവിടെ കുറച്ച് സ്വീറ്റ്സ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിങ്ങ് എടുത്തോണ്ട് വാ എന്ന് പറയാം. അപ്പോൾ ആകെ എന്തോ വെടികൊണ്ട പന്നിയെപ്പോലെ പോവാണ് നമ്മുടെ ദേവി അടുക്കളയിൽ ചെന്നിട്ട് ഇതൊക്കെ ആലോചിക്കുക. ഇനി എന്താ ചെയ്യുക? ആധാർ കാർഡും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റും ഒക്കെ വീട്ടിലിരിപ്പുണ്ട്. അതൊക്കെ എടുത്ത് ഇപ്പം കൊണ്ടുവന്ന് ആനന്ദേട്ടൻ്റെ അടുത്ത് കൊടുത്താൽ എല്ലാ കള്ളത്തരങ്ങളും പൊളിയും. നാളെയാണെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ പോവുകയും ചെയ്യണം. എന്ത് ചെയ്യോ എനിക്കറിയില്ല എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് നിൽക്കുമ്പം വിളിക്കുകയാണ് അവിടുന്ന് ഗോമതി. മോളെ ദേവി, നീ ഇതുവരെ എടുത്തില്ലേന്ന് ചോദിക്കുമ്പം എന്തെടുക്കാനാണാവോ അമ്മ പറഞ്ഞു വിട്ടത് എന്ന് പറഞ്ഞ് കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വരിക. അപ്പം ദേവി ചോദിക്കുന്നുണ്ട്, ദേവിയോട് ചോദിക്കുകയാണ് ഗോമതി, എന്താ നീ ഇത്? ഏത് ലോകത്താ കുട്ടി നീ? നിന്നോടാ കുറച്ച് പലഹാരങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എടുത്തിട്ട് വരാനല്ലേ പറഞ്ഞത്? നീ ഇപ്പം എന്താ ഗ്ലാസും വെള്ളമൊക്കെ ആയിട്ട് വരുന്നേ? ഓ അമ്മ അതാണ് പറഞ്ഞല്ലേ, ഞാനതങ്ങ് മറന്നുപോയി എന്നിങ്ങനെ പറയാണ്. ആ അങ്കലാപ്പൊക്കെ കണ്ട് നമ്മുടെ മിത്രയും മീനാക്ഷിയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. എന്തോ കള്ളത്തരമൊക്കെ ഉണ്ടല്ലോ എന്ന് അവരിങ്ങനെ പതുക്കെ പറയുന്നുമുണ്ട്. അതേസമയം ഇതൊക്കെ കഴിയുമ്പം നമ്മുടെ ദേവിക്ക് ആകെപ്പാടെ ടെൻഷനായിട്ട് മുറി കൂടെ ആകെ ഭ്രാന്ത് പിടിച്ച് നടക്കുകയാണ്. ഇനി ഞാൻ ആധാർ കാർഡും സർട്ടിഫിക്കറ്റും എല്ലാം കൊണ്ടുവരണം, അപ്പം എല്ലാ ഡീറ്റെയിൽസും കിട്ടും, അതുപോലെ എൻ്റെ പ്രായവും തെളിയും. ആനന്ദേട്ടൻ തീർച്ചയായും അത് കണ്ട ഇവിടെ വന്ന് ബാലച്ചനോട് പറയും. പിന്നെ ആകെ മൊത്തം പ്രശ്നമാകും. എങ്ങനെയാണ് ഇതൊന്ന് ഒഴിവാക്കാൻ പറ്റുക? ഏതായാലും അമ്മയൊന്ന് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അമ്മയെ വിളിക്കുകയാണ് കേട്ടോ നമ്മുടെ ദേവി. അമ്മയാണെങ്കിൽ ആകെപ്പാട് തലവേദന എടുത്തിരിക്കുന്ന സമയമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദേവിയുടെ ഫോൺ വന്നിട്ട് ദേവി പറയുന്നത്, അത് അമ്മേ, ഒരു കാര്യം പറയാനാണ് ഞാൻ വിളിച്ചേ. ഇവിടെ ആകെ മൊത്തം പ്രശ്നമാണ്. എന്താടി, സത്യങ്ങളെല്ലാം അവരറിഞ്ഞോ? അല്ല, സത്യങ്ങളെല്ലാം അറിഞ്ഞില്ല. ഉടനെ തന്നെ ഇങ്ങനെ സത്യങ്ങളൊക്കെ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഉടനെ തന്നെ ചോദിക്കുകയാണ് ദേവിയുടെ അമ്മ, എന്താടി, എന്താ പ്രശ്നം? എനിക്ക് ആകെപ്പാടെ ഇവിടെ തലവേദന എടുത്തിരിക്കുക, നീ പറഞ്ഞു തോലയ്ക്ക്. അതെ ദേ, ആധാർ കാർഡും ഇതുമൊക്കെ ആയിട്ട് വന്ന് നാളെ വിവാഹം രജിസ്റ്റർ ചെയ്യാനായിട്ട് ബാലച്ചൻ പറഞ്ഞിരിക്കുക. അതോർക്കുമ്പോൾ എനിക്ക് ടെൻഷനാ. അതിനെന്തിനാണ് നീ ടെൻഷൻ അടിക്കുന്നത്? നല്ല കാര്യമല്ലേ, ഉള്ള പെട്ടെന്ന് തന്നെ പോയി അതങ്ങ് രജിസ്റ്റർ ചെയ്യേ. അതിനാണോ ഇപ്പം ഈ രാത്രി എന്നെ വിളിച്ചത്? അതിലൊരു കാര്യമുണ്ടമ്മേ, ആധാർ കാർഡിലും സർട്ടിഫിക്കറ്റിലും ഒക്കെ പ്രായമില്ലേ? ആ പ്രായം ആനന്ദേട്ടൻ കാണുകയല്ലേ? ആനന്ദേട്ടനേക്കാളും മൂത്തതാ ഞാനെന്നറിയില്ലേ? അത് ബാലച്ചനോട് പറഞ്ഞാൽ വിശ്വാസവഞ്ചന കാണിച്ചതിന് അങ്ങനെ എന്നെ ഇവിടുന്ന് പുറത്താക്കില്ലേ? അമ്മ എന്താ പറയുന്നത്? അങ്ങനെ ഒരു കാര്യമുണ്ടല്ലേ? എൻ്റെ ദൈവമേ, ഇനി എന്താ ചെയ്യുക? ഈ തൽക്കാലം അതില്ല എന്ന് പറഞ്ഞ് നീ അങ്ങ് പിടിച്ചു നിൽക്ക്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം എന്ന് പറയാണ്. എന്നിട്ട് നേരെ ചെന്നിട്ട് ദേവി പറയാണ് ബാലനോട്, അത് ബാലച്ച, ഒരു കാര്യം ഞാൻ പറയട്ടെ. എന്താ ദേവി മോളെ, എന്താ നിന്റെ മുഖം വല്ലാതിരിക്കുന്നേ? അതെ, എൻ്റെ ആധാർ കാർഡും ഒന്നും ഇവിടെ ഇല്ല, അതെല്ലാം അവിടെ വീട്ടിലാണ് എന്ന് പറയാണ്. അയ്യോ, അതെന്താ വീട്ടിൽ? നീ ഇവിടെ കൊണ്ടുവന്നില്ലേ എന്ന് ചോദിക്കുക. അപ്പം മിത്രയും മീനാക്ഷിയും കൂടെ പറയുന്നുണ്ട്, അത് ഏടത്തിയുടെ ഫോണിലില്ലേ ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ, അത് പ്രിൻ്റ് എടുത്താൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ പറയാം, ഇല്ല, എൻ്റെ ഫോണിൻ്റെ മെമ്മറി ഫുള്ളായിട്ട് ഞാൻ കുറേ ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? വീട്ടിൽ എവിടെയോ കിടക്കുകയാണ്. അപ്പം നാളെ നമുക്ക് പോകാൻ പറ്റില്ല. ബാലച്ചൻ എന്നോട് ക്ഷമിക്കണം, സത്യമായിട്ടും എന്നോട് ക്ഷമിക്കുകയല്ലേ ബാലച്ച. ഞാൻ അടുത്ത ദിവസം വീട്ടിൽ പോകുമ്പോൾ അത് എടുത്തുകൊണ്ട് വന്ന് ഉടനെ തന്നെ ഞാനും ആനന്ദേട്ടനൂടെ രജിസ്റ്റർ ചെയ്യാൻ പോയിക്കോളാം. ഇപ്പം തൽക്കാലം ബാലച്ചൻ എന്നോട് ക്ഷമിക്ക് ബാലച്ച, ഞാൻ അടുത്ത ദിവസം പോകാം ബാലച്ച എന്നൊക്കെ ഇങ്ങനെ നിന്നങ്ങ് പറയുക, കെഞ്ചി പറയുക. ഇത് കാണുമ്പോൾ നമ്മുടെ മിത്രയ്ക്കും മീനാക്ഷിക്കും നല്ല ദേഷ്യം വരുന്നത് കേട്ടോ. അപ്പോൾ ബാലൻ പറയാൻ, ശരി, ദേവിമോള് പറഞ്ഞതല്ലേ, ഇനി അങ്ങനെയുള്ള കയ്യബദ്ധമൊന്നും പറ്റല്ലേ ദേവിമോളെ. വീട്ടിൽ പോകുമ്പോൾ തന്നെ ഈ സർട്ടിഫിക്കറ്റൊക്കെ എടുത്തിട്ട് വരണം, വന്ന് അത് കൊണ്ടുപോയി നീ രജിസ്റ്റർ ചെയ്യണം കേട്ടോ എന്ന് പറയാണ്. ദേവി അന്നേരം
തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ശ്വാസമൊക്കെ നേരെ ഇങ്ങനെ വിടുകയാണ് കേട്ടോ. ഇനി നമ്മുടെ സ്വാതന്ത്ര്യം 2ൻ്റെ ഇതുപോലെ അടിപൊളി എപ്പിസോഡുകളൊക്കെ വരാൻ കിടപ്പുണ്ട്. നല്ല കിടുക്കാച്ചി എപ്പിസോഡുകൾ ദിവസം കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ. താങ്ക്